റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി എക്സാമുകളെ കുറിച്ച് കുറേ സംശയങ്ങൾ നമ്മളുടെയൊക്കെ മൈൻഡിൽ കുറച്ച് നാളുകളായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഗ്രൂപ്പ് ഡി എക്സാമുകൾ ഇനി വരുമോ, നോട്ടിഫിക്കേഷൻ റദ്ദാക്കുമോ, അടുത്ത വർഷം ഇനി എക്സാം ഉള്ളോ, ഈ വർഷം നടക്കത്തില്ലയോ, ഈ സംശയങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ഗ്രൂപ്പ് ഡി എക്സാമിന്റെ ഡേറ്റ് വന്നു. നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. ഈ വരുന്ന നവംബർ 17 മുതലാണ് ഗ്രൂപ്പ് ഡി എക്സാമുകൾ ആരംഭിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ഡേറ്റ് വന്നപ്പോൾ മുതൽ പിന്നെയും കുറെ സംശയങ്ങൾ പലരുടെയും മനസ്സിലുണ്ട്, കുറെ ചോദ്യങ്ങളുമുണ്ട്. അതായത് കുറേ ആളുകൾ ഓഫ്ലൈനും ഓൺലൈനും ഒക്കെ ആയിട്ട് പല സ്ഥലങ്ങളിൽ ഗ്രൂപ്പ് ഡി എക്സാം മാത്രം ഫോക്കസ് ചെയ്ത് ഇങ്ങനെ പഠിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ കുറേയധികം ടോപ്പിക്കുകളൊക്കെ അവർക്ക് ഏറ്റവും നന്നായിട്ട് അറിയാം. ഇനി ഞാൻ എങ്ങനെ എൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി മുന്നോട്ട് കൊണ്ടുപോകണം, എങ്ങനെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഏറ്റവും നന്നായിട്ട് റിവിഷൻ ചെയ്യണം, ഇതൊരു ചോദ്യം പലരുടെയും മനസ്സിലുണ്ട്. ഇനി കുറേ ആളുകൾ ഏറ്റവും ഭംഗിയായിട്ട് ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടി തുടങ്ങി വെച്ചു. വഴിയിൽ എവിടേക്കോ മറന്നുപോയി, പഠിക്കാൻ മറന്നുപോയി, എവിടേക്കോ നിന്നുപോയി, പിന്നീട് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന ആളുകളുണ്ട്. അവരിപ്പോൾ ആലോചിക്കുന്നുണ്ട് ഇനി എങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഇനി കുറേ ആളുകൾ ഗ്രൂപ്പ് ഡി എക്സാം വരുമോ ഇല്ലയോ എന്നുള്ള ഒരു സംശയത്തിൽപ്പെട്ട് പഠിക്കാൻ മറന്നു പോയിട്ടുണ്ട്. അവരിതുവരെയും തുടങ്ങിയിട്ടുമില്ല. അപ്പോൾ ഇനി പഠിച്ചാൽ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ഒരു സംശയം അവരുടെ മനസ്സിലുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും നല്ലത് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണ്. അത്യാവശ്യം കുറച്ച് ഇനിയുള്ള സമയത്ത് നന്നായി പഠിച്ച് ഏറ്റവും കോൺഫിഡൻ്റ് ആയി പരീക്ഷയെ അഭിമുഖീകരിക്കുന്നതാണ്. ഈ സംശയത്തിലൊക്കെ പെട്ടിരിക്കുന്ന ഞാൻ മുമ്പേ പറഞ്ഞ ആളുകളുണ്ടല്ലോ, അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു കിഡിലൻ പ്ലാനിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. അപ്പോൾ ഈ വരുന്ന സെപ്റ്റംബർ 17 മുതൽ RRB ഗ്രൂപ്പ് ഡി മിന്നൽ PYQ റിവിഷൻ ബാച്ച് എന്ന പേരിൽ നമ്മളൊരു ബാച്ച് ആരംഭിക്കാനായിട്ട് പോവുകയാണ്. ഏറ്റവും നന്നായി മുൻവർഷ ചോദ്യങ്ങൾ ഏറ്റവും വൃത്തിയായി പഠിച്ച് നവംബർ 14 വെള്ളിയാഴ്ച നമ്മൾ ഈ ബാച്ച് അവസാനിപ്പിക്കുന്നു. ഏറ്റവും കോൺഫിഡൻസോടെ നവംബർ 17 നമ്മൾ എക്സാമിലേക്ക് കടക്കും. അപ്പോൾ ഈ ഒരു ബാച്ചിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നാവുന്ന കുറച്ച് സംശയങ്ങൾ ഞാൻ അങ്ങോട്ട് പറയാം. ഈ ബാച്ചിൽ ക്ലാസ്സുകൾ എങ്ങനെയൊക്കെയാണ് നടക്കുക, ഇനി പഠിച്ചാൽ തീരുമോ, എങ്ങനെ നമ്മൾ ഈ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകും. ആഴ്ചയിൽ 6 ദിവസവും നിങ്ങൾക്ക് ഈ ബാച്ചിൽ ക്ലാസ്സുകൾ ഉണ്ടാവും. ആഴ്ചയിൽ 6 ദിവസം, ഞായറാഴ്ച ദിവസം ക്ലാസ് ഇല്ല. ആഴ്ചയിൽ 6 ദിവസം ക്ലാസ്സുകൾ ഉണ്ടാവും. ഒരു ദിവസം 2 ലൈവ് ക്ലാസ്സുകളാണ്. ഇനി ജോലിക്ക് പോയിട്ട് പഠിക്കുന്ന ആളുകളുണ്ട്, മറ്റു പല പരീക്ഷകൾക്ക് വേണ്ടി പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഇത് നോക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കംഫോർട്ടായ രീതിയിൽ 2 ക്ലാസ്സുകൾ മാത്രമാണ് ഒരു ദിവസം നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരെണ്ണം വൈകുന്നേരം 6 മണി മുതൽ 7 മണി വരെയും, ഒരെണ്ണം രാത്രി 8 മണി മുതൽ 9 മണി വരെയും. ഞായറാഴ്ച ഒഴിച്ച് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഈ ബാച്ചിൽ ക്ലാസ്സുകൾ ഈ 2 സമയത്തിൽ നിങ്ങൾക്ക് കിട്ടും. ഇതിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിപ്പിക്കാനായിട്ട് പോകുന്ന കഴിഞ്ഞ 2 സീസണുകളിൽ നടന്ന ഗ്രൂപ്പ് ഡി എക്സാമുകളുടെ PYQs ആയിരിക്കും, മുൻവർഷ ചോദ്യങ്ങളായിരിക്കും. അതായത് എസ്പെഷ്യലി 2018 നടന്ന ഒരു ഗ്രൂപ്പ് ഡി സീസൺ ഉണ്ട്, 2022 നടന്ന ഒരു ഗ്രൂപ്പ് ഡി സീസൺ ഉണ്ട്. അപ്പോൾ ആ പരീക്ഷകളിലൊക്കെ കണ്ടിട്ടുള്ള പാറ്റേണുകളിലുള്ള മുൻവർഷ ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ നമ്മൾ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. ടോപ്പിക് അല്ല, ഓരോ ചോദ്യങ്ങളും അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ QAയുടെ ഒരു ടോപ്പിക് എടുക്കുന്നു, ആ ടോപ്പിക്കിൻ്റെ കീഴിൽ നിന്ന് വന്നിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ ഇങ്ങനെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് പോകുന്നു. ഇനി GAയുടെ ടോപ്പിക് ആണെങ്കിൽ ഒരു സ്പെസിഫിക് ടോപ്പിക്കിൻ്റെ കീഴിൽ നിന്ന് ആ കഴിഞ്ഞ സീസണുകളിൽ വന്നിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ മാത്രം. ഇനി അതിനെ കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലും ചോദിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പറഞ്ഞു പോകുന്ന ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത്. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കഴിഞ്ഞ സീസണുകളിലൊക്കെ വന്നിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലൂടെ പരിചയപ്പെടാനായിട്ട് പറ്റും. ഇതുവരെയും തുടങ്ങാത്ത ആളുകൾക്ക് ഇങ്ങനെയൊക്കെയാണ് ഗ്രൂപ്പ് ഡി എക്സാമുകളിൽ ചോദിച്ചത്, ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് പഠിക്കുന്നുണ്ട്, ഇത്രയും നമ്മൾ വൃത്തിയായി പഠിച്ചിട്ടാണ് ഈ പരീക്ഷയ്ക്ക് നമ്മൾ പോകാൻ പോകുന്നത് എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലൂടെ നല്ല വൃത്തിയായിട്ട് കിട്ടും. സെപ്റ്റംബർ 17 ബാച്ച് ആരംഭിച്ച് നവംബർ 14 ഈ ബാച്ച് വൈൻഡപ്പ് ചെയ്യുമ്പോൾ 100 ക്ലാസ്സുകൾക്കപ്പുറം, അതും ലൈവ് ക്ലാസ്സുകൾ മാത്രം, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലൂടെ ലഭിക്കും. പിന്നെയും നിങ്ങളുടെ മൈൻഡിൽ ഒരു ഡൗട്ടൂടെ തോന്നാം, ഇതൊരു CBT എക്സാം ആണ്, നിരന്തരമായി പരീക്ഷകൾ എഴുതിക്കൊണ്ട്, ക്ലാസ്സിനേക്കാൾ അപ്പുറം നിരന്തരമായി പരീക്ഷകൾ എഴുതിക്കൊണ്ടിരുന്നാൽ മാത്രമേ ഈ പറയുന്ന പോലെ കുറച്ചും കൂടെ വേഗതയൊക്കെ നമുക്ക് കിട്ടൂ, അവസാന സമയത്ത് റിവിഷൻ ചെയ്യുമ്പോൾ കൂടുതൽ എക്സാമുകൾ അറ്റൻഡ് ചെയ്യണം, ഇതൊക്കെ നമ്മളുടെ ഒരു കൺസേൺ ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പറയുന്നു, ഇതെങ്ങനെയാണോ ഒരു ഗ്രൂപ്പ് ഡി എക്സാം നടക്കുക അതേപോലെ നമ്മുടെ ആപ്പിൽ ഇരുന്ന് എങ്ങനെയാണോ ഈ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ അതേപോലെ സെറ്റ് ചെയ്തിരിക്കുന്ന 15 ഫുൾ മോക്ക് ടെസ്റ്റുകളും കൂടെ ഈ ബാച്ചിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ബാച്ചിൽ ചേർന്ന് കഴിഞ്ഞാൽ
ഏകദേശം പരീക്ഷയ്ക്ക് മുമ്പായിട്ട് തന്നെ അത്യാവശ്യം മുൻവർഷ ചോദ്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഒപ്പം 15ഓളം ഗ്രൂപ്പ് ഡി എക്സാമുകൾ എഴുതിയ ഒരു കോൺഫിഡൻസും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ നിങ്ങളുടെ മൈൻഡിൽ തോന്നുന്ന ഒരു സംശയം ഈ ലാംഗ്വേജ് ആണ്. മലയാളത്തിലും ഇംഗ്ലീഷിലും ചോദ്യങ്ങൾ വരും. ചിലർക്ക് മലയാളവും ചിലർക്ക് ഇംഗ്ലീഷും ആയിരിക്കും കംഫോർട്ട് ആവുന്നത്. എങ്ങനെയാണ് മക്കളെ, നമ്മൾ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ മലയാളത്തിൽ വളരെ ഡീറ്റെയിൽ ആയി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് പഠിപ്പിക്കുന്നത്. ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും ഇംഗ്ലീഷും മലയാളവും നിങ്ങൾക്ക് കാണിച്ചു തരും. ഇതോടൊപ്പം തന്നെ എക്സാമുകൾ, ഫുൾ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ആപ്പിൽ നടത്തുമെന്ന് പറഞ്ഞു. അതിൻ്റെ ഇംഗ്ലീഷ് വെർഷനും നിങ്ങൾക്കുണ്ടാവും, മലയാളം വെർഷനും ഉണ്ടാവും സെയിം. അപ്പോൾ അങ്ങനെ ഒരു സംശയവും നിങ്ങളുടെ മൈൻഡിൽ വേണ്ട. 2 മീഡിയവും നിങ്ങൾക്ക് ഏതാണോ കംഫോർട്ട് ആ മീഡിയത്തിൽ നിങ്ങൾക്കിരുന്ന് പഠിച്ച് ആ മീഡിയത്തിൽ നിങ്ങൾക്കിരുന്ന് പരീക്ഷയും എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഗ്രൂപ്പ് ഡി എക്സാമിന് നിങ്ങൾ ഇതുവരെ എവിടെ പഠിച്ചോ, എത്രത്തോളം പഠിച്ചോ, നിങ്ങൾ ഓൺലൈനാണോ പഠിച്ചത്, ഓഫ്ലൈനാണോ പഠിച്ചത്, വാട്ടെവർ, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഒരു റിവിഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ മാക്സിമം എഴുതാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ബാച്ചിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ ഇതുവരെയും ഗ്രൂപ്പ് ഡി എക്സാമിന് തുടങ്ങാത്ത ആളുകളുണ്ട്. അവരോട് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഒന്നും പഠിക്കാതെ ഇരിക്കുന്നതിനേക്കാളും നല്ലത് എന്തെങ്കിലും ഇനിയുള്ള സമയത്ത് ഏറ്റവും നന്നായി യൂസ് ചെയ്ത് ഇനിയുള്ള സമയത്ത് മുൻവർഷ ചോദ്യങ്ങൾ ഏറ്റവും നന്നായി പഠിച്ച് പരീക്ഷയ്ക്ക് പോകുന്നതാണ്. അപ്പോൾ 599 രൂപയാണ് ഈ ഒരു ബാച്ചിന്റെ ഒരു കംപ്ലീറ്റ് ഫീ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇന്ന് തന്നെ ഈ ഒരു ബാച്ചിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുക. കഴിവതും നിങ്ങൾ ലൈവ് ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കുക. ഓരോ ക്ലാസ് കഴിയുമ്പോഴും അതിന്റെ റെക്കോർഡ് അവിടെ അവൈലബിൾ ആയിരിക്കും. പക്ഷെ ലൈവ് ക്ലാസ് ആണെങ്കിൽ കൂടുതൽ നമുക്ക് ക്ലാസ്സിൽ സമയം പോകുന്ന അറിയത്തില്ല. വലിയൊരു എഫോർട്ട് ഒന്നും ഇല്ലാതെ തന്നെ രണ്ട് മണിക്കൂർ നിങ്ങൾ ഇതിനായിട്ട് ചെലവഴിക്കുന്നു, ക്ലാസ്സിലിരിക്കുന്നു, നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കുന്നു, ടീച്ചേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് ഏകദേശം ഒരു നന്നായിട്ട് നല്ലൊരു ഫ്ലോയിൽ നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റും. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ലൈവ് മിസ്സാവുകയാണെങ്കിലും അതിന്റെ റെക്കോർഡ് അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇന്ന് തന്നെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് ഏറ്റവും വൃത്തിയായി ഏറ്റവും നന്നായി ഇനിയുള്ള സമയത്ത് നിങ്ങളുടെ റിവിഷൻ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഒരു സംശയം, ഇനി ഗ്രൂപ്പ് ഡി എക്സാം എങ്ങാണോ ഒരു സാഹചര്യത്തിൽ പിന്നെയും നീട്ടിവെച്ചാൽ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ഈ ഒരു 1.5 മാസമേ കാണാൻ പറ്റുമോ? അങ്ങനെയല്ല. എപ്പോഴാണോ നിങ്ങളുടെ ഗ്രൂപ്പ് ഡി എക്സാം തീരുന്നത്, കംപ്ലീറ്റ് ആയിട്ട് എപ്പോഴാണോ ഗ്രൂപ്പ് ഡി എക്സാം തീരുന്നത് അന്ന് വരെ ഈ ഒരു ബാച്ചിന്റെ ആക്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി ഈ ബാച്ചിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ബാച്ചിൽ ചേരാനെടുത്ത നിങ്ങളുടെ തീരുമാനം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാലത്തെയും ഒരു ചരിത്രമായി മാറട്ടെ. ഇന്ത്യൻ റെയിൽവേയിൽ ഒരു ജോലി എന്ന നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് ഈ ബാച്ചിലൂടെ നമുക്ക് നടന്നു തുടങ്ങാം. താങ്ക് യു.